ഓർഗനൈസേഷണൽ ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് ഒരു റെസിസ്റ്റൻസ് കൊണ്ടുവരാറുണ്ട്. സോ അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ ചേഞ്ച് മാനേജ്മെൻ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഒരു ബിസിനസ് കൺസൾട്ടിങ്ങിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. സോ എംപ്ലോയീസിൻ്റെ ഒരു കോപ്പറേഷൻ ഇല്ലാതെ ഒരു കാര്യമവിടെ, അല്ലെങ്കിൽ എംപ്ലോയീസിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചേഞ്ചസ് ഇല്ലാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അവരോട് പറയുന്നത്, ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, ഒരു മരം കിളിക്കുമ്പോൾ ഈ മരം കിളിക്കുമ്പം അതിൻ്റെ തടി മാത്രമല്ല കിളിച്ചു പോകുന്നത്, അതിൻ്റെ ബ്രാഞ്ചസ് ഓൾസോ വിൽ ഗ്രോ, റൈറ്റ്? സോ എന്ന് പറയുന്നത്, ഈ സ്ഥാപനം നന്നായി കഴിഞ്ഞാൽ, ഈ സ്ഥാപനം വലുതായി കഴിഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കുന്ന എംപ്ലോയീസ് ഓൾസോ ഓട്ടോമാറ്റിക്കലി ദേ വിൽ. അല്ലെങ്കിൽ 40 വർഷം മുമ്പ് നമുക്കിവിടെ ചാലക്കമ്പോളത്തിൽ ഒരു ഒറ്റ ഷട്ടർ കൊണ്ട് തുടങ്ങിയ ആൾ അവിടെ അതുപോലെ ഇരിപ്പുണ്ട്, കൂടെ നിന്ന ആളും അതുപോലെ ഇരിപ്പുണ്ട്. പക്ഷെ തൊട്ടപ്പുറത്ത് അതേ രീതിയിൽ തുടങ്ങിയ ആൾ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറി. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മാള് കൊണ്ടുവന്ന വ്യക്തി വരെയൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത വ്യക്തിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് എറണാകുളത്ത് മാള് സ്റ്റാർട്ട് ചെയ്തത്. സോ അങ്ങനെ ഉള്ള ആ ഒരു വിഷനുള്ള ഒരാളുടെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ, ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ നിൽക്കുമ്പോൾ അയാളും അതോടൊപ്പം വളരുന്നു.